എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. 27 ഫെബ്രുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കറണ്ട് അഫെയർ സെഷനാണ്, ഡെയിലി കറണ്ട് അഫെയർ സെഷനാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വീണ്ടും അദാനി ഫേംസുമായി ബന്ധപ്പെട്ടതാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട്, സെബി ഒക്കെ വരുന്ന ഒരു ന്യൂസ് തന്നെയാണിത്. ആഡിങ് അദാനി ഫേംസ് ഇൻ 14 NSE ഇൻഡിസസ് റേസസ് വറി. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറേ അദാനി ഗ്രൂപ്പിൻ്റെ കുറേ കമ്പനീസിൻ്റെ ഷോർട്ട് ഫോൾസ് കൊടുക്കുന്നത്, അതായത് ഫോൾ ഓഫ് പ്രൈസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദാനി ടോട്ടൽ ഗ്യാസ് -80.73 ഫോളാണ്, എല്ലാം കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ചസിൽ വളരെ കുറവാണെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നിലനിൽക്കെ താഴെ ഷെയർ വാല്യൂ കുറയുന്ന സമയത്ത് അദാനി ഫേംസിൻ്റെ, അതായത് ചില കമ്പനികളുടെ ഇൻഡീസസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആൾക്കാരുടെ കോൺഫിഡൻസ് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറയുന്നത്, nearly 16% of India's mutual fund industry, 41 lakh crore, is parked in index funds and exchange traded funds that mimic NSE and BSE indices, some of which will be steered by these stocks from March 31. Wealth managers are advising clients to shift out of exposures to index funds or ETF linked to the Nifty indices that retain or will add Adani stocks. അതായത് അദാനി സ്റ്റോക്സ് ഉള്ള ഇൻഡെക്സസ് ഫോളോ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ ആൾക്കാർ പറയുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്? ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് താഴേക്ക് കൂപ്പ് കുത്തിയ ഇങ്ങനെയുള്ള ഷെയറുകളുള്ള ഇൻഡസ്ട്രീസ് ആൾക്കാർ പ്രിഫർ ചെയ്യില്ല. മാത്രമല്ല അത് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കും. കാരണം ഇത് ഒരു കൃത്യമായ വാല്യൂ തരില്ല. മാത്രമല്ല ഇത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, മിസ് അപ്രോപ്രിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വാല്യൂ ഒരാഴ്ചയോളം വളരെ കുറവായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, ഒരു അൺസെറ്റിലിംഗ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാരുടെ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കുറയുന്നുള്ളത് പ്രശ്നമാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ഗവർണർ ക്വസ്റ്റ്യൻസ് കേരള ഗവൺമെൻറ് മൂവ് ടു അപ്പോയിൻറ്റ് മലയാളം യൂണിവേഴ്സിറ്റി VC വൈസ് ചാൻസലർ. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ന്യൂസ് ഒരു കണ്ടിന്യൂവേഷനാണ്. എപ്പോഴും ഗവർണർ അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള റിഫ്റ്റ് നമുക്കറിയാം. വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചും മറ്റ്, അതായത് കേരള ഗവൺമെൻറ് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കം ചെയ്യാനുള്ള ബില്ല് പാസ്സാക്കിയതൊക്കെ, അതൊക്കെ ഇത് പറഞ്ഞ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈയിടെയാണ് ഗവർണർ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റും ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള റിഫ്റ്റ് അല്ലെങ്കിൽ തർക്കങ്ങൾ കൂടിയത്, വാക്പോരുകളും മറ്റതൊക്കെ കൂടിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, മുമ്പോട്ട് പോകുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷനെ ബാധിക്കും എന്നുള്ളതാണ് കാര്യം. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ UGC ഗൈഡ് ലൈൻസ് ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നൊരു രീതിയും വന്നിട്ടുണ്ട്. കാരണം വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത് 3 പേരുടെ അങ്ങാനുമുള്ള കമ്മിറ്റിയാണ്. 3 പേരെ റെക്കമെൻഡ് ചെയ്യണം, ഒരാളുടെ മാത്രമല്ല റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പം എത്ര റെക്കമെൻഡ് ചെയ്താലും ഒരാളുടെ പേര് മാത്രം റെക്കമെൻഡ് ചെയ്യുന്നത് UGC ഗൈഡ് ലൈൻസിന് എതിരാണെന്ന് പറയുന്നു. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസേൺ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന റോൾ ഓഫ് ഗവർണർ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ, റോൾ ഓഫ് ഗവർണർ ആസ് സച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയെ നന്നായി നടക്കുന്നുണ്ടോ ഒരു സ്റ്റേറ്റിൽ എന്ന് ഉറപ്പുവരുത്തേണ്ട ആളാണ്. അല്ലാതെ ഈ പറയുന്ന ഗവർണൻസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ പോളിസീസ് സ്റ്റോപ്പ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കേണ്ട ആളോ അല്ല. പക്ഷേ എന്നിരുന്നാലും ചെക്സ് ആൻഡ് ബാലൻസസിന് വേണ്ടിയിട്ടാണ് ഗവർണർ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഏതെങ്കിലും രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ ഒരു സ്റ്റേറ്റിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും, പിന്നെ നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട ഒരാളാണ് ഗവർണർ. അപ്പോൾ ഗവർണറുടെ റോള് ഒരു ചർച്ചാ വിഷയമാണ്. 2, ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ഗൈഡ് ലൈൻസ് പാലിച്ചിട്ടാണോ VC നിയമനം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. UGC ഗൈഡ് ലൈൻസ് എന്താണ് ഈ പറയുന്ന VC നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 3 എന്ന് പറയുന്നത്, സർക്കാർ കമ്മീഷൻ പോലെയുള്ള കമ്മീഷൻസ് ഗവർണറുടെ റോളുകൾ ലിമിറ്റിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗവർണേഴ്സ് റോള് പറയുന്ന ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാർ കമ്മീഷനാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണ്. അതുപോലെ ഡബിൾ എൻജിൻ ഗവൺമെൻറ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ സെൻട്രലിരിക്കുന്ന BJPയും ഇവിടെ BJP ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ റിഫ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്കറിയാം ഗവർണറും ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കേരളത്തിൽ, അതുപോലെ പഞ്ചാബിൽ, അതുപോലെ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ടോ ഗവർണൻസിൽ എന്നുള്ളതും ഒരു ചർച്ചാ വിഷയമാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ, റെഡ്യൂസിങ് പെയിൻ
ഓൾ കൺസ്ട്രെയിൻസ് ഓൺ ദ റോഡ് ടു ജെൻഡർ ഈക്വാലിറ്റി മസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. എന്തുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്? ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയലാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു വിഷയമാണ്, ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൺസ്ട്രെയിൻസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാതരം ഒബ്സ്ട്രക്ഷൻസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്. മെനി ബാരിയേഴ്സ് ഓൺ ദ റോഡ് ടു ജെൻഡർ ഈക്വാലിറ്റി ഹാവ് ബീൻ റിമൂവ്ഡ്. കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, കുറേ കാര്യങ്ങളിൽ നമ്മൾ തടസ്സങ്ങൾ നീക്കി മുമ്പോട്ട് വന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ, വർക്ക് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ഇത് ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അങ്ങനെ അവർക്ക് ഉണ്ടാകുന്ന ബോഡ്ലി ഓട്ടോണോമി, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ സ്ത്രീകൾക്കും ഇമ്പോർട്ടൻസ് വരണം, അവർക്ക് ഡിസൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നിയമങ്ങൾ അതിന് ജെൻഡർ ഈക്വാലിറ്റിക്കും അവരുടെ വെൽഫെയറിന്, വുമൺ ഫോക്സിൻ്റെ വെൽഫെയറിന് ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നത്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 എനാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല തവണകളായിട്ട് എമെൻഡ് ചെയ്തിട്ട് എന്താണോ കറണ്ട് സിനാരിയോ അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം 12 വീക്സ് ആയിരുന്നു ആദ്യത്തെ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്, 3 മാസമായിരുന്നു. അത് 26 വീക്സ് ആക്കിയിട്ട് പെയ്ഡ് മെറ്റേണിറ്റി ലീവ് 6 മാസമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അമെൻഡ് ചെയ്ത് വന്നു മുമ്പോട്ട്. ഇറ്റ് ഇസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദാറ്റ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡയറക്റ്റഡ് ടു പെറ്റീഷണർ ടു അപ്രോച്ച് ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ടു ഫ്രെയിം എ പോളിസി ഓൺ മെൻസ്ട്രൽ പെയിൻ ലീവ് ഹാസ് ടു ബി സീൻ. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മെൻസ്ട്രൽ ലീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോളിസി ഫ്രെയിമിംഗ് ചെയ്യേണ്ടത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം അങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. പക്ഷേ എന്നാലും മെൻസ്ട്രൽ ലീവ് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ മെൻസ്ട്രൽ പെയിൻ ലീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരുപാട് ഡയമെൻഷൻസ് അതിനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ പെയിൻ ലീവ് കൊടുക്കണമെന്ന് നിർബന്ധമായ ഒരു പോളിസി ഫ്രെയിമിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ അത് കാരണം ഇത് ലീവ് കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഇവരെ വുമൺ ഫോക്സിനെ അല്ലെങ്കിൽ വുമൺ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിൽ നിന്ന് ലിമിറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം ഇത് ചിലപ്പോൾ ഡിസിൻസെൻറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഡിസിൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമുക്ക് കൂടുതൽ കിട്ടുന്നൊരു കാര്യമാണ്, അതായത് ഒരു പ്രൊമോഷൻ പോലെയാണ്. ഡിസിൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എന്താ പറയുക, ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണും. ഇങ്ങനൊരു മെൻസ്ട്രൽ പെയിൻ ലീവ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റിനെ തന്നെ അത് ബാധിക്കരുത് എന്ന രീതിയിലൊരു അപ്രോച്ചും ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ഇന്ത്യ കേരള ആൻഡ് ബീഹാർ ഹാവ് മെൻസ്ട്രൽ പെയിൻ ലീവ്. ദ ഫുഡ് ഡെലിവറി ആപ്പ് സൊമാറ്റോ ഹാസ് ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ സൊമാറ്റോ ഒരു പ്രൈവറ്റ് ഫേമാണ്, അവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കേരളവും ബീഹാറും മെൻസ്ട്രൽ പെയിൻ ലീവ് എത്രമാത്രം എനിക്ക് കേരളത്തിൽ സർക്കാർ ഓഫീസുകളിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇൻ ഇന്ത്യ കേരള ആൻഡ് ബീഹാർ ഹാവ് മെൻസ്ട്രൽ പെയിൻ ലീവ്. ദ ഫുഡ് ഡെലിവറി ആപ്പ് സൊമാറ്റോ ഹാസ് ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ്. ഇന്തോനേഷ്യ, ജപ്പാൻ, സൗത്ത് ആഫ്രിക്ക, സ്പെയിൻ ആൻഡ് സാംബിയ ഹാവ് ദ പോളിസി ഇൻക്ലൂഡഡ് ഇൻ ലേബർ ലോസ്. ഈ പറയുന്ന രാജ്യങ്ങളിൽ, അതായത് ഇന്തോനേഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, സ്പെയിൻ, സാംബിയ, ഇവർക്കൊക്കെ എന്താണ് പോളിസികളിൽ തന്നെ, ലേബർ ലോസിൽ തന്നെ ഈ പറയുന്ന പോളിസി ഉണ്ട്. മെനി ഫെമിനിസ്റ്റ് ഹാവ് ഹവർ ഡിക്രൈഡ് ദ മൂവ്, സെയിങ് ഇറ്റ് വിൽ റീഎൻഫോഴ്സ് നെഗറ്റീവ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ആൾസോ ഇൻ ഇന്ത്യ ദർ ആർ അതർ പ്രോബ്ലംസ് ഇൻ നീഡ് ഓഫ് അഡ്രസ്സിംഗ് സച്ച് ആസ് ലാക്ക് ഓഫ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾ ആൻഡ് വർക്ക് പ്ലേസ്, എസ്പെഷ്യലി in the informal sector. Between 2010-2020, the percentage of working women dropped from 26 to 90% according to World Bank data. To encourage more women to join the workforce, it is imperative that they have access to higher education and more opportunities. അപ്പോൾ എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റണം. വർക്ക് ഫോഴ്സ് ഡാറ്റയിൽ പറഞ്ഞിരിക്കുന്ന 26% നിന്ന് 19%. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടാണ് 26 to 19% കുറഞ്ഞിരിക്കുന്നു വുമൺ വർക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. സംടൈംസ് ഗേൾസ് ഹാവ് ടു ഡ്രോപ്പ് ഔട്ട് ഫ്രം സ്കൂൾ സിംപ്ലി ബിക്കോസ് ദർ ആർ നോട്ട് ടോയ്ലറ്റ്സ്. അപ്പോൾ സാനിറ്റേഷൻ, ഇന്ത്യ പോലുള്ള രാജ്യത്ത് അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. സാനിറ്റേഷൻ ഉണ്ട്, മറ്റ് ബേസിക് നീഡ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അതും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. മെനി കൺട്രീസ് ആർ ട്രൈയിങ് ഔട്ട് 4-day വർക്ക് ഡേയ്സ് ഫോർ ക്വാളിറ്റി ലൈഫ്. അതായത് 4 ദിവസത്തെ ജോലി മാത്രം, ബാക്കി 3 ദിവസം ഒരാഴ്ചയിൽ ലീവാണെന്നുള്ളത്. അത് ശരിക്കും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ പൊതുവെ ഒരുപാട് സെക്ടേഴ്സ് വളരെയധികം സ്ട്രെനോസ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓൾ കോൺസ്ട്രെയിൻസ് ഓൺ ദ റോഡ് ടു ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് ഈക്വിറ്റി മസ്റ്റ് ബി ഡൺ അവേ വിത്ത്. അപ്പോൾ എല്ലാ കൺസ്ട്രെയിൻസും റോഡ് ബ്ലോക്സ് ആയിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ജെൻഡർ ഈക്വാലിറ്റിയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ടതും പരിഹരിക്കേണ്ടതുമാണ് എന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നത്. ഇന്ന് ഈ പറയുന്ന കാര്യം എന്ന് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഡിബേറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന സ്കീംസ്, പ്രൊമോഷന് വുമൺ എന്താ പറയുക എംപ്ലോയീസിന്, അതുപോലെ തന്നെ വുമൺ ആസ് സച്ച് അവരുടെ ഹെൽത്ത്, അവരുടെ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, അങ്ങനെയായി ബന്ധപ്പെട്ട സ്കീംസൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
ഈ ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും എത്ര തവണ നമ്മൾ MGNREGSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു 2 ആഴ്ചയിലിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസമെങ്കിലും നമ്മൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? MGNREGS വോസ് പേയ്മെൻറ്റ് ഡിലേസ്, ടെക് ഇഷ്യൂസ്, ബഡ്ജറ്റ് കട്ട്സ്, ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇൻ 14 സ്റ്റേറ്റ്സ് മോർ ദാൻ 50% ഓഫ് ദ വർക്കേഴ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ ദ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം. അപ്പം ഇതിൽ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക കട്ട്സ് എന്ന് പറയുന്നത് അധികം ഫണ്ട് കൊടുത്തിട്ടില്ല ഇത്തവണ എന്ന് പറയുന്നു. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ്റ് ആണ്. മാത്രമല്ല ടെക് ഇഷ്യൂസ്. എന്താണ് ടെക് ഇഷ്യൂസ്? നമ്മൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ടെക് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അറ്റൻഡൻസ് പോലെ ആപ്പ് ബേസ്ഡ് ഡിജിറ്റൽ അറ്റൻഡൻസ്, ഒരു ആപ്പ്, ഡിജിറ്റൽ അറ്റൻഡൻസിന് വേണ്ടിയുള്ള ഒരു ആപ്പ്, അത് ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സ്കീമിനെ വളരെയധികം റിജിഡാക്കി മാറ്റുന്നുണ്ട്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നെറ്റ്വർക്ക് ഇഷ്യൂസ്, അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഇത് ഇൻറ്റേൺ എന്താണ്? പേയ്മെൻറ്റ് ഡിലേസ്, അതായത് ചില സ്റ്റേറ്റുകൾക്ക് കറപ്ഷൻ മറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സെൻട്രൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത് വൈകിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഇത് അവസാനമായിട്ട് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ചില ഡീവിയേഷൻസ്, ട്വീക്സ് അല്ലെങ്കിൽ ഡീവിയേഷൻസ് ആവശ്യമാണ്. കാരണം ചില സമയങ്ങളിൽ ഈ പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ എഫക്റ്റീവ് ആവാൻ വേണ്ടി കുറച്ച് ഷെയർ ഓഫ് 40% ഷെയർ ഈ ഇതിൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്സ് വഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഇത് വന്നിരുന്നു. അതായത് ഡിക്ലറേഷൻ പോലെ വന്നിരുന്നു, ഒരു മിനിസ്റ്ററുടെ ഒരു സജഷൻ പോലെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് സ്കീമിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹീറ്റ് വേവ്സിനെ കുറിച്ചാണ്. സൊഫിസ്റ്റിക്കേറ്റഡ് അനാട്ടമി ഓഫ് ഹീറ്റ് വേവ്സ്. അപ്പോൾ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഒന്നാമത് ടെമ്പറേച്ചേഴ്സിൻ്റെ എക്സ്ട്രീം ക്ലൈമറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓൺ February 21 നാഷണൽ ക്യാപിറ്റൽ റെക്കോർഡ് ഡൽഹിയിൽ 3rd ഹോട്ടസ്റ്റ് ഫെബ്രുവരി ഡേ 33.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫെബ്രുവരിയിലാണ് പറയുന്നത്. ഫെബ്രുവരിയിൽ 33.6 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ IMD എ റീജിയൻ, Indian Meteorological Department, a region has a heat wave if the ambient temperature deviates by at least 4.5 to 6.4 degrees Celsius from the long-term average. Heat waves are expected to become longer and more intense and frequent over the Indian subcontinent. പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ ഡീവിയേഷൻ എത്ര ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെ? 4.5 മുതൽ 6.4 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ ഡീവിയേഷൻ ഫ്രം ലോങ് ടേം ആവറേജ്. ഒരു ആവറേജ് വാല്യൂന്ന് ഇത്രയധികം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഹീറ്റ് വേവ് ആയിട്ട് കണക്കാക്കപ്പെടും. മാത്രമല്ല ഇനി അങ്ങോട്ട് ഒരുപാട് ഹീറ്റ് വേവ്സ് വരാനുള്ള സാധ്യതയും ഈ പറഞ്ഞ ടെമ്പറേച്ചർ എക്സ്ട്രീം ക്ലൈമറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയുന്നു. വി ഷുഡ് ഫർദർ ഇംപ്രൂവ് ദ ഫോർകാസ്റ്റിംഗ് വാർണിംഗ്സ്, ഇഷ്യൂ ദം ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് കപ്പിൾ ദം വിത്ത് സിറ്റി വൈഡ് ഗ്രിഡ് ആൻഡ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ ടു പ്രൊട്ടക്ട് ദ വൾണറബിൾ. ഹീറ്റ് വേവ് ഒരു വല്ലാത്ത എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം റോബസ്റ്റ് ആയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ പ്രെഡിക്റ്റ് ചെയ്യൽ മാത്രം പോരാ, എന്ത് വേണം? ഒരു സിറ്റി വൈഡ് ഗ്രേഡഡ് ആക്ഷൻ പ്ലാൻ വേണം. കാരണം ഇപ്പോൾ വലിയ സിറ്റീസിൽ കോൺക്രീറ്റ്സ്, അതുപോലെ തന്നെ ഹീറ്റ് അബ്സോർബിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പിന്നെ ഡിഫോറസ്ട്രേഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള പ്ലാനും കൂടെ വേണം ഈ പറയുന്ന ഹീറ്റ് വേവ്സിനെ തടയാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്ന് ഈ പറയുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് അനാട്ടമി ഓഫ് ഹീറ്റ് വേവ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ വേറെ പറഞ്ഞിരിക്കുന്ന 6 മെൻസ്ട്രൽ ലീവ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ഗ്ലോബലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ എഡിറ്റോറിയൽ തന്നെ പറഞ്ഞു, ഇന്തോനേഷ്യ, ജപ്പാൻ, അതുപോലെ തന്നെ സാംബിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ അവരുടെ ലേബർ ലോയിൽ തന്നെ എന്തുണ്ട്? ഈ പറയുന്ന മെൻസ്ട്രൽ പെയിൻ ലീവ് എന്ന് പറഞ്ഞ ആ ലീവ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. സ്പോർട്സ് ന്യൂസാണ്. ഓസ്ട്രേലിയൻ ജോഗർനട്ട് റോൾസ് ഓൺ ഹാർട്ട് ബ്രേക്ക് ഫോർ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയാണ് ICC T20 2023 വുമൺ വേൾഡ് കപ്പ് ജേതാക്കൾ. ഇത്രയും ആണ് ഇന്നത്തെ ഹിന്ദു ന്യൂസിലുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈ, ടേക്ക് കെയർ.